ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. ഇത് ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ പോയതാണ്, ദുബായിൽ. കുറേ നാൾ മുമ്പ് പോയത്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒടുക്കത്തെ മടി കൊണ്ട് അത് അവിടെ അങ്ങനെ കിടന്നു. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ പോയി. ഗോൾഡിൻ്റെ ഫുള്ള് കളക്ഷനുള്ള സ്ഥലമാണ് ഗോൾഡ് സൂക്ക്. അവിടെ ജ്വല്ലറീസ് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എൻട്രൻസിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, കടകൾ, അങ്ങനെയൊക്കെ. മെയിനായിട്ട് ഗോൾഡ് സൂക്കാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഗോൾഡ് സൂക്കിലെ ഒന്നുപോലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ആ ഗേറ്റ് വരെയാനാണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഫോൺ ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല ഒത്തിരി ഇങ്ങനത്തെ കടകളാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഈ കുന്തിരുക്കം, അങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങളില്ലേ, അതാണ് അവിടെ. ഒരു മാർക്കറ്റ് പോലെയാണ്. പിന്നെ കുറേ ഡ്രസ്സുകൾ ഫുള്ള് അറബീസിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാക്കിയുള്ള ഡ്രസ്സൊന്നുമില്ല. കുറേ പർദ്ദ, കഫ്താൻ, മഫ്ത, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ അത്തർ സ്പ്രേയും സെൻ്റൊക്കെ ഇഷ്ടംപോലെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് പഴയ ഓൾഡ് ദുബായിലെ പഴയ മാർക്കറ്റാണ്. ഒത്തിരി ടൂറിസ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഒത്തിരി കാണാനുണ്ട്. ഒത്തിരി സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. നല്ല രസമാണ് ഇത് നടക്കാനും. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ ഏലക്ക, മഞ്ഞൾ, ചന്ദനം, അങ്ങനെ കുറേ സാധനം ഇവിടെ കിട്ടും. ഒറിജിനൽ ഇവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് കുറേ കണ്ട്. പിന്നെ നമുക്കറിയാത്ത കുറേ പ്രൊഡക്റ്റ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പം അതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ച് കുറച്ച് സാധനമൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. ഇത് നമ്മുടെ നാട്ടിലെ മഞ്ഞളാണ് കേട്ടോ. പിന്നെ ആ യെല്ലോ കളറ് കുഴൽ പോലത്തെ ഒരു സംഭവമില്ലേ, അതെന്തോ ഒരു നമ്മുടെ ചന്ദനമൊക്കെ പോലത്തെ തടിക്കഷ്ണം. ആ തടിക്കഷ്ണം ഇങ്ങനെ ഉരച്ചിട്ട് മുഖത്തിട്ടാൽ അലർജി, മുഖത്തിട്ടാലല്ല, അലർജി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയുള്ള മെഡിസിനാണെന്ന് പറഞ്ഞത്. പിന്നെ ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മൈദ, അതൊക്കെ അവരങ്ങനെ എന്താ പറയുക, കച്ചവടം ചെയ്യാനായിട്ട് അങ്ങനെ വെച്ചേക്കുവാണ്. അത്തറൊക്കെ കണ്ടോ ഗൈസ്? അത്തറിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കളറിലും പല മണത്തിലും ഇവിടെ അവൈലബിളാണ്. നല്ല മണമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവസാനം ഏത് സ്മെല്ലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്ക് അറിയാണ്ടായിപ്പോവും. അതുപോലുള്ള അത്തർ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇത് സെയിം അപ്പുറത്തെ കടയിലുള്ള സെയിം സാധനം തന്നെ ഇപ്പുറത്തെ ഷോപ്പിലും ഉണ്ട്. അങ്ങനെ സെയിം സാധനങ്ങളാണ്, ബട്ട് കാണാൻ ഭംഗിയാണ്, രസമാണ്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ റോസാപ്പൂ, ജമന്തി, മുല്ല, അതൊക്കെ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതില്ലേ ഒരു ചേട്ടൻ ഒരു പൊടിയും കൊണ്ട് കുപ്പീൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ വരച്ച്, പൊടി വെച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നതും
ആ കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊക്കെ ഒരു പൊടി വെച്ചിട്ട് അയാൾ ചെയ്യുന്നതാണ്. അയാൾ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എന്തൊക്കെ കഴിവാല്ലേ ഓരോ മനുഷ്യന്മാർക്ക്. നല്ല രസമില്ല അതിങ്ങനെ കാണാനായിട്ട്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. അയാളൊരു ഒട്ടകത്തെയാണ് അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നത്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? കണ്ടോട്ടോ, ആ കോലുകൊണ്ടിങ്ങനെ തോണ്ടി 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 അതൊരു ഒട്ടകമാക്കി മാറ്റും. പൊടിയാണ്, അത് ഫുള്ള് പൊടിയാണ്. ആ ബൗളിൽ, ആ കുപ്പിയിൽ ഫുള്ള് പൊടിയാണ്. ഒരു കറുപ്പ് പൊടി ഇപ്പം അങ്ങോട്ട് ഇട്ടിട്ട് അയാളിങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട്, ഒരു കോല് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഒട്ടകത്തെ വരയ്ക്കുകയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി കണ്ട്, ഒരു പൗഡർ ഇങ്ങനെ ഇടും, ഓരോ കളർ പൗഡറുകൾ. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യും. കണ്ടോ ഒട്ടകം, ആ കുപ്പീൻ്റെ ഉള്ളിൽ, ആ പൗഡറിൻ്റെ ഉള്ളിൽ ഒട്ടകം. അതുപോലെ ഇതെല്ലാം ഓരോ പൊടികൾ വെച്ചിട്ട് അയാൾ ചെയ്തതാണ്. അടിപൊളി, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. വെറൈറ്റി. അവിടെ വന്നിട്ട് എനിക്ക് വെറൈറ്റി ആയിട്ട് കണ്ടത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലായിടത്തും സെയിം സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട് അതിൻ്റെ പുറത്തിറങ്ങി. അതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോട്ടിലാണ് ഇങ്ങോട്ട് വരിക. ബോട്ടിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന്, അതാണ് ഗേറ്റ്. ഗേറ്റിൽ നിന്നാണ് നേരെ ഇങ്ങോട്ട് കയറുക, ഗോൾഡ് സൂക്കിലോട്ട് കയറുക. എൻട്രൻസ് ഇതാണ്. ഇവിടെ നേരെ ഫുള്ള് ഷോപ്പുകളും, ഓരോരോ ഷോപ്പുകൾ, ഫുള്ള് ഷോപ്പുകളാണ് അങ്ങറ്റം വരെ. ഇത് ഫുള്ള് ഷോപ്പുകളുടെ മാത്രം സ്ഥലമാണ്. ഗോൾഡ് സൂക്ക് ഒരു ഷോപ്പ്, അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളാണ്. ഒത്തിരി ടൂറിസ്റ്റൊക്കെ ഉണ്ട്, ഒത്തിരി കാണാനുണ്ട്. അടിപൊളി.